നമുക്ക് ഇടുക്കി ജില്ലയിലെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇടുക്കി ജില്ലയിൽ നിന്നും നമ്മളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, എന്താണ് ഇടുക്കി ജില്ലയിലെ അവസ്ഥ? അവിടെ അണക്കെട്ടുകളൊക്കെ തുറന്നിരുന്നു. ഇപ്പോൾ അവിടുത്തെ ജലനിരപ്പിന്റെ അവസ്ഥ എന്താണ്? മഴ തുടരുന്നുണ്ടോ? ഭയപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടോ? നിലവിൽ മഴ അല്പം തോന്നുന്ന സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ ഒരു മഴ ഇടുക്കി ലഭിച്ചിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പുലർച്ചെയോടെ മഴ കൂടുതൽ ശക്തമായ അവസ്ഥയുണ്ടായി. എങ്കിലും ഇപ്പോൾ നിലവിൽ മഴ തുറന്നു നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഇപ്പോൾ പെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ജില്ലയിൽ നിലവിൽ ആശങ്കാജനമായ സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണ് കരുതുന്നത്. അതിശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്തെങ്കിൽ മാത്രമേ ലഭിക്കേണ്ടതുള്ളൂ എന്ന് കരുതുന്നു. എങ്കിലും ജില്ലാ ഭരണകൂടം ജാഗ്രത തുടരുകയാണ്. കാരണം അതിശക്തമായ ഒരു മഴയുണ്ടായാൽ പല മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യത അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉള്ളതിനാൽ തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രത തുടരുകയാണ്. നിലവിൽ 3 അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഇപ്പോൾ തുടരുന്നുണ്ട്. അതായത് കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഇപ്പോഴും പുറത്തേക്ക് ഒഴുകുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചെറുകിട അണക്കെട്ടുകളിൽ ഇപ്പോൾ ശക്തമായ നീരൊഴുക്കുണ്ടെങ്കിലും കാര്യമായ ഒരു ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ചും ഇരട്ടയാർ, പൊന്മുടി, ചെക്കുളം, ആനയിറങ്കൽ പോലെയുള്ള ചെറുകിട ജലാശയങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആശങ്കപ്പെട്ട ഒരു സാഹചര്യമില്ല. ഈ അണക്കെട്ടുകളൊന്നും തുറക്കേണ്ട സാഹചര്യം നിലവിലത്തെ അവസ്ഥയിലില്ല. പ്രധാന അണക്കെട്ടുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ഇപ്പോൾ നീരൊഴുക്ക് ശക്തമായി തുറന്നുണ്ടെങ്കിലും ഇപ്പോഴും ആശങ്കകരമായ സാഹചര്യമില്ല. ഇടുക്കിയിലെ ജലനിരപ്പ് 2351 അടി പിന്നിട്ടു. അതായത് ആകെ സംഭരണ ശേഷിയുടെ ഏകദേശം 47% ഇപ്പോൾ ഇടുക്കിയിലെ ജലനിരപ്പ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവാണ് ഇപ്പോഴും ഇടുക്കിയിലെ ജലനിരപ്പ്. അതായത് ആവശ്യത്തിന് വെള്ളം, അതായത് മൺസൂൺ കാലഘട്ടത്തിൽ ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തേണ്ടത് ആവശ്യമായ അനുപാതികമായ വെള്ളം ഇപ്പോഴും ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടില്ല. മുല്ലപ്പെരിയാറിന്റെ സ്ഥിതിയും അതുതന്നെയാണ്. മറ്റ് അണക്കെട്ടുകൾ, ചെറുകിട അണക്കെട്ടുകൾ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പ്രത്യേകിച്ചും രാത്രികാല യാത്രകൾക്കൊക്കെയുള്ള ജാഗ്രതകൾ തുടരുന്നു. അതായത് അടിമാലി നേരിമംഗലം പാതയിലും ഇപ്പോൾ കോട്ടയം കുമളി മുണ്ടക്കയം പാതയിലും ഒക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. വാഗമൺ മേഖലയിലുമൊക്കെ പല തരത്തിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതകളും ഉരുൾപൊട്ടൽ സാധ്യതകളും ഒക്കെയുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിനോദസഞ്ചാരത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കും ജില്ലയിൽ തുടരുകയാണ്. എന്തായാലും നിലവിൽ മഴയുടെ സാഹചര്യം ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ശക്തമായ ജാഗ്രത തുടരുകയാണ്. ശരി, ഇടുക്കി ജില്ലയിൽ നിന്നും നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി വലിയൊരു മഴ പെയ്താൽ മാത്രമേ അവിടെ പേടിക്കേണ്ട ഒരു അവസ്ഥയുള്ളൂ എന്നതാണ് സാഹചര്യം. ഒപ്പം 3 ഡാമുകൾ തുറന്നു തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷെ എന്നാൽ പോലും ജലനിരപ്പൊക്കെ പ്രശ്നമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടിമാലി, കുമളി, വാഗമൺ ഭാഗങ്ങളിലൂടെയൊക്കെയുള്ള യാത്രയ്ക്ക് നമ്മൾ സുരക്ഷിതത്വം നോക്കേണ്ടിയിരിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.